നമുക്കിന്ന് നമ്മുടെ ഈ പപ്പിക്കുട്ടികൾക്ക് വിരയുടെ മരുന്ന് കൊടുക്കാം. ഇന്നൊരു 15 ദിവസമായി. 15 ദിവസമായി നമുക്കത് വിരയുടെ മരുന്ന് കൊടുക്കാം. ഇത് 1 കിലോയ്ക്ക് 1 ml എന്നാണ്. പക്ഷെ നമുക്ക് 1 കിലോ ഇല്ലല്ലോ ഇവിടെ. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാം. ഇത് എന്ന് പറയുന്നത് 1 ml ആണ്. പക്ഷെ നമുക്ക് 1 ml എടുക്കുന്നില്ല. നമ്മൾ ധാര വെച്ചാണ് എടുക്കുന്നത്. ഒരാൾ കണ്ണ് തുറന്നു നമുക്ക് മരുന്ന് കൊടുത്ത ആളിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്താം. അല്ലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് കുഞ്ഞാണെന്ന് ഇതാക്കുന്നുണ്ടോ? നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം. ഇദ്ദേഹം കണ്ണ് തുറന്നു. ഇദ്ദേഹത്തിന് കൊടുക്കാം മരുന്ന്. നമ്മൾ അടുത്ത ആൾക്കും കൊടുത്ത് ഇയാളും കണ്ണൊക്കെ ചെറുതായിട്ട് തുറന്നു തുടങ്ങി കേട്ടോ. എടുത്തോ. മരുന്ന് കൊടുക്കാം. അദ്ദേഹം കണ്ണൊക്കെ തുറന്നു. മരുന്ന് കുടിക്കപ്പോഴേ പാടാൻ പോകും. അയാൾ തന്നെയാണോ എന്തോ? കണ്ണോടുന്നല്ലോ. കണ്ണോ നമ്മൾ നോക്കിയില്ല. നമ്മള് ഇത് കെട്ടിയില്ല കേട്ടോ. ബാഡ്ജ് പോലെ റിബൺ കെട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് നമ്മൾ എടുക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മിസ്റ്റേക്ക് വരായിരുന്നു. ഭയങ്കര പാടാണ് നോക്കിക്കേ. അടുത്ത് നമ്മളെ 8ാമത്തെ പുത്രനാണ്. അവന് നമുക്ക് മരുന്ന് 8 പേർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി 15 ദിവസമാകുമ്പോൾ നമ്മൾ വിരയുടെ മരുന്ന് കൊടുക്കണം. അപ്പം ഇനി ബാക്കി 15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിരയുടെ മരുന്ന് കൊടുക്കാം. അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കണം വിരയുടെ മരുന്ന്. അദ്ദേഹത്തിനും 15 ദിവസം കഴിഞ്ഞ് കൊടുത്തിട്ട് 10-20 ദിവസമായി. ഏക 3 മാസം പ്രായം.
കുഞ്ഞ നമ്മള് പാല് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പാല് കുടിക്കാൻ പറ്റും.